ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുതങ്ങളുടെ രാത്രിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അത്ഭുതങ്ങളുടെ രാത്രിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മളൊന്ന് ഓർക്കുക, ലോകത്തിൽ എവിടെയായിരുന്നാലും ഇതൊരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. ഈ ഒരു പ്രാർത്ഥനാ ആലയത്തിലാണ് നമ്മൾ ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവവചനം കേൾക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ 2-3 കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം 21-ാം വാക്യം നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ എന്തെല്ലാം സംഭവിച്ചു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. 2-മതായി പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. 3-മതായി സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം അവൻ കേട്ടു. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച അതേ കാര്യങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, അത് കുടുംബത്തിനായാലും കൂട്ടായ്മയിലായാലും വ്യക്തിപരമായാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ നിശ്ചയം. ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ പ്രവർത്തിക്കുന്നതിലും വലിയ കാര്യങ്ങൾ ചെയ്യും. കരമുയർത്തെ ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 7:15 വചനം, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുമെന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ്. വിശ്വാസമുള്ളവർ വലതുകരമുയർത്തി ഹല്ലേലൂയ. ഞാനൊരു അനുഭവം ഓർക്കുകയാണ്. എൻ്റെ സുവിശേഷ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു സഹോദരനെ ഞാൻ ഓർക്കുകയാണ്. പോളേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ സഹോദരൻ പങ്കുവച്ചൊരു വിഷമം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ ജനുവരി മാസവും ആകുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കിണറ്റിൽ വെള്ളം പറ്റിപ്പോകുന്നൊരവസ്ഥ. തൊട്ടടുത്ത വരൾച്ചയുടെ നാളുകളിലെല്ലാം ഈ സഹോദരൻ അടുത്തുള്ള വീട്ടിൽ പോയിട്ടാണ് കുടിവെള്ളവും വീട്ടാവശ്യത്തിനുമൊക്കെ ആയിട്ടുള്ള വെള്ളം കോരുന്നത്. നമുക്കറിയാം, അതൊരു വിഷമമുള്ള സാഹചര്യമാണ്. അവർ കുടുംബമായി ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കുടുംബമായിട്ട് അവർ ദൈവവേല ചെയ്യും. അവർ ഒരുമിച്ച് ഈ വിഷമം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു കൗൺസിലിങ്ങിനായി കർത്താവ് ഈ മകൻ അവസരം ഒരുക്കുകയാണ്. ദൈവത്തിൻ്റെ വഴികൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഈ കൗൺസിലർ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രചോദിതമായി ഇങ്ങനെ ചോദിച്ചു, കിണറ്റിലെ വെള്ളമൊക്കെ പോകുന്നതായിട്ട് കാണുന്നല്ലോ, ഒരു വിഷമമായിട്ട് അത് മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ എന്ന് കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, നാളുകളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. വരൾച്ചയുടെ സമയം ജനുവരി ആവുമ്പത്തിന് വെള്ളം പറ്റും. മധ്യവേനൽ അവധിക്കാലത്തൊക്കെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി അടുത്ത വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ 2 പേരും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വിഷമം സമർപ്പിച്ച് അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി കൗൺസിലർ പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ വെള്ളം പറ്റുകയില്ലെന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. ആ വ്യക്തി അത് വിശ്വസിച്ച് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം എങ്ങനെയാണ്? പിന്നീട് വർഷങ്ങൾ കടന്നുപോയി, ജനുവരി മാസങ്ങൾ ഒരുപാട് കടന്നുപോയി. പക്ഷെ സ്വർഗത്തിലെ വലിയവനായ ദൈവം അന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഇതുവരെയും വീട്ടിൽ വെള്ളം കുറയുവാൻ, കിണറ്റിൽ വെള്ളം കുറയുവാൻ നല്ല ദൈവം, വലിയവനായ ദൈവം ഇടയാക്കിയില്ല. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ നേരെ കണ്ണും കാതും ജാഗരൂകമായി രാത്രിയിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് വിദൂരത്താണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും, ഏതൊരു അയോഗ്യതയോടെയാണ് ദൈവസന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിലും, അനുദപിച്ച് വിശ്വാസത്തോടെ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ലോകത്തിൻ്റെ ഏത് കോണിലായെങ്കിലും സ്വർഗം തുറക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. 2-മതായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരും. 3-മതായി സ്വർഗത്തിൽ നിന്നൊരു സ്വരം അവർ കേട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ സംഭവിച്ചു. യേശു പ്രാർത്ഥിച്ച സമയത്ത് സംഭവിച്ച അതേ അത്ഭുതങ്ങൾ ഇന്ന് ഞാനും നിങ്ങളും ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. അതുകൊണ്ട് അത്ഭുതങ്ങളുടെ രാത്രിയിൽ ഉണർവോടെ ജാഗരിച്ച് വിവിധങ്ങളായ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ വിളിക്കുകയാണ്. 2 കരവും ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ നിയോഗങ്ങളും ആശകളും ആഗ്രഹങ്ങളും സമർപ്പിച്ച് വലിയവനായ ദൈവത്തെ അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങയുടെ മേൽ വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി. ഇതാ ഞങ്ങൾ വിവിധ കോണുകളിൽ ഇരുന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം ഞങ്ങൾക്കായി രാത്രിയിൽ തുറക്കണമേ.
പരിശുദ്ധാത്മാവിനെ അളവുകളില്ലാതെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. സ്വർഗീയമായ ഇടപെടലുകൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ എന്നേശു, അടിപ്പിണരാ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ
യോഗ്യൻ